കുട്ടിയുടെ ഭർത്താവിന് ബാധിച്ചിട്ടുള്ള സകല ദോഷങ്ങളും ഒപ്പം ശത്രുദോഷവും മാറിക്കിട്ടാനുള്ള പരിഹാര പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഈ പൂജ കഴിഞ്ഞതിന് ശേഷം വേണം 108 തവണ കുട്ടി മുട്ടുകാലിൽ ക്ഷേത്രപ്രദക്ഷിണം നടത്തേണ്ടത്. ആ പൂവെടുക്കുക. ഈ ഹോമകുണ്ടത്തിലേക്ക് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്ന മന്ത്രങ്ങൾ കുട്ടി ഏറ്റു ചൊല്ലണം. ശരി തിരുമേനി. ഓം നമോ നാരായണായ. ഇത് കഴുത്തിലണിഞ്ഞോളൂ. ഇനി 108 തവണ മുട്ടുകാലിൽ പ്രദക്ഷിണം വെച്ചോളൂ. ശരി തിരുമേനി. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എന്റെ മകനോടാണ് ഞാൻ സഹായം ആവശ്യപ്പെട്ടത്. അല്ലാതെ എവിടെയോ കിടക്കുന്ന നിന്റെ കുറെ പ്ലഗുകളോടല്ല. മനസ്സിലായോ? സാർ, അത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിലായിരുന്നതുകൊണ്ട്. സ്വന്തം അച്ഛന്റെ ജീവനേക്കാൾ വലിയ അത്യാവശ്യം എന്താടാ നിനക്കുള്ളത്? സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തണം. അല്ലാതെ ആവശ്യമില്ലാത്തവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത്. അല്ല, നിനക്കെന്തോന്നടി സാഗറിന്റെ കുടുംബത്തെ കാര്യം? എന്താടാ ചോദിച്ച കേട്ടില്ലേ? സാഗറിന്റെ കുടുംബകാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നതെന്ന്. സാഗറിന്റെ വീടിന്റെ അടുക്കള ചെന്ന് അവന്റെ കുടുംബകാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടില്ല. അവന്റെ ഭാര്യ രാഖി നിയമോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തു. നിന്റെ ആരാടാ ഈ നരുന്ന്? എന്ത് ബന്ധമാടാ നിനക്ക് വെളിയിൽ അവകാശപ്പെടാനുള്ളത്? നിനക്ക് ജനിച്ചാണോ ഈ സാധനം? അതോ നിന്റെ ഭാര്യ നീ അവകാശപ്പെടുന്ന ഇവിടെ പറ്റാതാണോ? മനസ്സിലായില്ലേ? ഇവളുടെ മൂത്താംകുടിയിലെ സന്താനമാണോ ഇതെന്ന്? അവൻ ദിയമോളെ രക്ഷിക്കാൻ പോയിരിക്കുന്നു. അന്തസ് വേണോടാ, അന്തസ്. ഈ നിൽക്കുന്ന ദിയമോളെ ഞാൻ കെട്ടിയ ഭാര്യയുടെ മൂത്താംകുടിയിലെ സന്തതി ഒന്നുമല്ല. എന്റെ മോളാ. ഇവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ വന്ന അതിന് ഏത് കോടി കെട്ടിയവനാണെന്ന് പറഞ്ഞാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അത് പറഞ്ഞേക്ക്. അച്ഛനെ ഈ കാര്യം വിളിച്ചു പറഞ്ഞവൻ ആരാണെന്ന് വെച്ചാ അവനോട്. സാഗറാണ്. പറ സാഗറെ. കുറുപ്പ് സാർ അവിടെ കൊച്ചുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അല്ലേ, ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്താ സാഗറെ നിരാശ മൂത്ത് ഇപ്പൊ പകലും അടി തുടങ്ങിയോ? അല്ല,
പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. എടാ കോപ്പ, എനിക്ക് കൊച്ചുമക്കളൊന്നും ആയിട്ടില്ല. ഇവിടെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇനി പുതുതായിട്ട് വരാൻ പോകുന്നതിനെ നീ പറടാ. ആര് പറഞ്ഞു? ജഗന്റെ താലികെട്ടിന് ഒരു ബോണസ് കിട്ടിയില്ലേ ദിയ? ഓ, ജഗനാണെങ്കിൽ രാഗിയുടെ മുന്നിൽ വെച്ച് അവളെ മകളായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. സാഗറേ, പിടിച്ച മുയലിന് 4 കൊമ്പെന്ന് പറയുന്ന രാഷ്ട്രീയക്കാര് കുറുപ്പ് വരയ്ക്കുന്ന വരയിൽ നിന്ന് പിടിക്കും. ഓ, അങ്ങനെയുള്ള കുറുപ്പിനോട് നീ ഗുലാം പരിച്ച് കളിക്കാൻ നിക്കല്ലേ. നിന്റെ ഗുണവധിയാരും ഒന്നും ഇങ്ങോട്ട് വേണ്ട. കളിയാക്കിയതല്ല കുറുപ്പ് സാറേ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ജഗൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നത്? അവന് മൗനമായിട്ടിരുന്ന് ആ ദീ എന്ന ബാധ്യതയെ ഒഴിവാക്കിക്കൂടെ? അതല്ലേ ബുദ്ധി. ദേ, ഞാനൊരു സത്യം പറയാം, രാഗി കേക്കണ്ട. എനിക്ക് ആ നാശം പിടിച്ച ദീയെ ചത്ത് തൊലയുന്നയാ ഇഷ്ടം. രാഗിക്ക് ഇവിടെ സെന്റിമെന്റ്സ് വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏട്ടന്റെ മോളോടുള്ള സിമ്പതി.